ഈ വർഷം സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടി നായകനാകുന്ന ഭ്രമയുഗം. റെഡ് റെയിൻ, ഭൂതകാലം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ദുർമന്ത്രവാദിയായാണ് മമ്മൂട്ടി എത്തുന്നത്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഹൊറർ ത്രില്ലർ ഗണത്തിൽ പെടുന്നതാണ്. സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്, പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച്. നേരത്തെ പുറത്തു വന്ന സൗണ്ട് ട്രാക്കിലെ കണ്ടെത്തൽ പ്രകാരം കുഞ്ചമൺ പോറ്റി എന്നാണ് മമ്മൂട്ടി കഥാപാത്രത്തിന്റെ പേര്. ഈ പേരിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കടമറ്റത്ത് കത്തനാറിന്റെ ചരിത്രത്തിലെ മറ്റൊരു കഥാപാത്രമാണ് കുഞ്ചമൺ പോറ്റി. ചാത്തനെ സ്ലേവിച്ച് പ്രത്യക്ഷമാക്കിയ പ്രസിദ്ധനായ കുഞ്ചമൺ പോറ്റി. കത്തനാരും പോറ്റിയും ഒടിയനുമൊക്കെ ഒരേ കാലയളവിൽ ജീവിച്ചിരുന്നവരാണ് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ കത്തനാറിന്റെ ശത്രുവായിരുന്നു പോറ്റി എന്നും പറയപ്പെടുന്നു. എന്നാൽ കത്തനാരും പോറ്റിയും ശത്രുക്കളല്ലെന്നും ഇരുവരും അടുത്തറിയപ്പെടുന്ന രണ്ട് സുഹൃത്തുക്കളുമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇരുവരും ദുർമന്ത്രവാദത്തിൽ പേര് കേട്ടവർ. കുഞ്ചമൺ തറവാട് പണ്ട് മുതൽക്കേ ചാത്തന്മാരെ സേവിക്കുകയും അവരെ അടിമകളാക്കുകയും ചെയ്തിരുന്നവരായിരുന്നു. ഈ കാര്യത്തിൽ രണ്ടുപേരും ടോപ്പ് ലീഗ്. എന്നാൽ ഈ രണ്ടുപേരുടെ ഇടയിലും ഈഗോ ക്ലാഷ് വരികയും ചെറിയ രീതിയിൽ ഒരു മത്സരം നടക്കുകയും ചെയ്തു. പിന്നീട് അത് അവിടെ വെച്ച് തീരുകയും ഇനി ഒരിക്കലും തമ്മിൽ മത്സരിക്കില്ലെന്നും സത്യവും ചെയ്തു. ഇതാണ് കുഞ്ചമൺ പോറ്റിയുടെ നമുക്കറിയാവുന്ന കഥ. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാള സിനിമ പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തുന്നത്. ചിത്രത്തെക്കുറിച്ചുള്ള നിർണായക റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മലയാളത്തിൽ സമീപകാലത്ത് കണ്ട ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന ക്ലൈമാക്സ് ആയിരിക്കും ഭ്രമയുഗത്തിലേതെന്ന് സെൻസറിങ്ങിനു ശേഷം ഫിലിം ട്രാക്കർ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരേ സമയം പ്രേക്ഷകരെ ഭയപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യാൻ ഭ്രമയുഗം ക്ലൈമാക്സിന് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തന്ത്രവും മായയും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്ന പ്രാചീന കാലത്തിലാണ് കഥ നടക്കുന്നത്. പാണ സമുദായത്തിൽ നിന്നുള്ള തേവൻ എന്ന നാടോടി പാട്ടുകാരൻ ദുരൂഹത നിറഞ്ഞ ഒരു മനയിലേക്ക് അവിചാരിതമായി എത്തിപ്പെടുന്നു. അടിമ വിൽപ്പന നടക്കുന്ന ഒരു ചന്തയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിലാണ് തേവൻ ഈ മനയ്ക്കലിൽ എത്തുന്നത്. കുഞ്ചമൺ പോറ്റി എന്ന മമ്മൂട്ടി കഥാപാത്രമാണ് ഈ മനയുടെ ഉടമ. അർജുൻ അശോകനാണ് തേവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിൽ 50 മിനിറ്റ് ദൈർഘ്യം മാത്രമാണ് മമ്മൂട്ടി കഥാപാത്രത്തിനുള്ളത്.